I'm so happy to be with you today again. ഇന്ന് നിങ്ങളോടൊപ്പം വീണ്ടും ആയിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. And I love to be part of this family. ഈ കുടുംബത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. We are part of one family and I want to thank you for your love and your generosity towards IET. നാം ഈ ഒരു കുടുംബത്തിന്റെ അംഗങ്ങളാണ്. നിങ്ങൾ കാണിക്കുന്ന IETയോട് കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും നന്ദി പറയുന്നു. This morning I want to speak from my heart. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ഉള്ളിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് I പങ്കുവയ്ക്കാൻ want to share my experience. എൻ്റെ അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. I believe in this journey of life, this is the season where we got to listen to this word of God. ഈ ജീവിത യാത്രയിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Even this morning when I was praying, I prayed this prayer. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ പോലും ഈ പ്രാർത്ഥന ഞാൻ ചൊല്ലുകയുണ്ടായി. And so let's turn our Bible to 1 Samuel chapter 3. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ 1 ശമൂവേൽ 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. 1 Samuel chapter 3 verse 10 we read like this. 1 ശമൂവേൽ 3-ന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു. The Lord came and stood and called as at other times. അപ്പോൾ യഹോവ വന്ന് നിന്ന് മുമ്പിലത്തെ പോലെ ശമൂവേലിനെ വിളിച്ചു. Samuel, Samuel. ശമൂവേലേ. And Samuel answered. അതിന് ശമൂവേൽ ഇങ്ങനെ മറുപടി പറഞ്ഞു. And Samuel said like this. ശമൂവേൽ ഇങ്ങനെ പറഞ്ഞു. Speak, for your servant hears. അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. This is a very, very heart-touching verse. ഇത് വളരെ ഹൃദയസ്പർശിയായ ഒരു വാക്യമാണ്. It's one of the most beautiful verse as far as I am concerned in the entire Bible. വിശുദ്ധ വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ വാക്കുകളിൽ ചിലതാണ്. Samuel is a young boy. ശമൂവേൽ ഒരു യൗവനക്കാരനാണ്. He is under the mentorship of prophet Eli. അവൻ ഇപ്പോൾ പ്രവാചകനായ ഏലിയുടെ കീഴിൽ വർക്ക് He ചെയ്യും. is under the high priest. മഹാപുരോഹിതനായ ഏലിയുടെ കീഴിലാണ്. We know that Samuel was born to Hannah after being barren for many years. നമുക്കറിയാം ഹന്നായുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഹന്ന വന്ധ്യയായി വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ ഒരു She മകനാണ്. came to the temple of God and she prayed. അവള് ദൈവാലയത്തിൽ വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. And God heard her prayer. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. Gave her a son. അവൾക്ക് ഒരു മകനെ നൽകി. And she named him Samuel, and after he was weaned, he dedicated him for God and gave him in the temple of God. അവന് ശമൂവേൽ എന്ന പേരിട്ടു. മകൻ വളർന്ന ശേഷം അവനെ ദൈവാലയത്തിലേക്ക് പൂർണ്ണമായിട്ടും. And now he is growing under the mentorship and discipleship of this high priest Eli. ഇപ്പോൾ മഹാപുരോഹിതനായ ഏലിയുടെ കീഴിൽ ഏലിയുടെ ശിഷ്യത്വത്തിൽ അവൻ വളർന്നിരിക്കുന്നു. Before I go forward, I want to ask you, do you have a mentor in your life? മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉപദേഷ്ടാവ് നിങ്ങൾക്കുണ്ടോ? Are you being discipled by somebody? നിങ്ങൾ ആർക്കെങ്കിലും ശിഷ്യപ്പെട്ടിരിക്കുന്നുവോ? Do you have a spiritual father? നിങ്ങൾക്കൊരു ആത്മീയ പിതാവുണ്ടോ? If you do not have, I would strongly advise you to find a mentor or a spiritual father in your life. നിങ്ങൾക്ക് അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പ്രത്യേകമായി ഉപദേശിക്കട്ടെ, നിങ്ങൾക്കൊരു ആത്മീയ പിതാവോ ഒരു ഉപദേഷ്ടാവോ ഉണ്ടായിരിക്കണമെന്ന്. You might be a pastor, you might be a leader, you might be a believer. I don't know who you are, but every one of us, we need a mentor in our life. നിങ്ങൾ ഒരുപക്ഷെ ഒരു ദൈവദാസനോ ഒരു ലീഡറോ ഒരു വിശ്വാസിയോ ആയിരിക്കും. ഏത് നിലയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്കൊരു ഉപദേഷ്ടാവ് ഉണ്ടായിരിക്കണം എന്ന് ഞാൻ പ്രത്യേകമായി. As I'm sharing this word with you, ഈ വാക്ക് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുമ്പോൾ Spirit of God is urging me to talk to you about mentorship, and probably my next message would be about mentorship and discipleship. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഈ ഉപദേഷ്ടാവിനെ കുറിച്ച് സംസാരിക്കണമെന്ന് എൻ്റെ ഉള്ളിൽ പറയുന്നു. അടുത്ത പ്രാവശ്യം അത് നൽകുവാൻ ആഗ്രഹിക്കുന്നു. So wait for next week for hearing about mentorship. അതുകൊണ്ട് എൻ്റെ അടുത്ത സന്ദേശത്തിൽ മെന്ററിങ്ങിനെ കുറിച്ച് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നതായിരിക്കും. But today I just want to say this and want to go forward. Every Christian need to have a mentor in their life. എന്നാൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകട്ടെ, നിങ്ങൾ ഏതൊരു ക്രിസ്തീയ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്കൊരു ഉപദേഷ്ടാവ് ഉണ്ടായിരിക്കണം. Now Samuel is under the mentorship of Eli. ഇപ്പോൾ നമുക്കറിയാം ശമൂവേൽ ഏലിയുടെ മേൽനോട്ടത്തിലാണ്. And one night while he's sleeping, ഒരു രാത്രി അവൻ ഉറങ്ങുന്ന സമയത്ത് he hears a voice, Samuel, Samuel. അവനൊരു ശബ്ദം കേൾക്കുന്നു, ശമൂവേലേ ശമൂവേലേ എന്ന്. It says in chapter 3 verse 4 like this. 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നു.
The Lord called Samuel and he said, "Here I am." യഹോവ ശമൂവേലിനെ വിളിച്ചു, അവൻ ഉത്തരം പറഞ്ഞു, ഞാൻ ഇതാ എന്ന്. And verse 5 says he ran to his master Eli. 5-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ഓടിച്ചെന്ന് തന്റെ യജമാനായ ഏലിയുടെ അടുക്കൽ. He did not recognize that it was God Almighty calling him. ഇത് സർവശക്തനായ ദൈവം തന്നെ വിളിക്കുന്നുവെന്ന് അവന് മനസ്സിലായില്ല. He heard the voice and he thought it is his mentor Eli calling him, so he ran to his master Eli. അവൻ ശബ്ദം കേട്ടു, ഒരുപക്ഷെ തന്റെ ഉപദേഷ്ടാവായ ഏലി തന്നെ വിളിക്കുകയാണെന്ന് കരുതിയിട്ടാണ് ഏലിയുടെ അടുത്തേക്ക് അവൻ ഓടിച്ചെന്നത്. And his master said, "I did not call you." യജമാനൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല. So maybe he thought, "Oh, this is just something from my heart," and he went back to sleep. അതുകൊണ്ട് അവൻ ഇങ്ങനെ കരുതി, ഒരുപക്ഷെ നിന്റെ ഹൃദയത്തിന്റെ തോന്നലാകാം. അതുകൊണ്ട് വീണ്ടും അവൻ പോയി. And then verse 6 says like this. തുടർന്ന് 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, Then the Lord called him again. അതുകൊണ്ട് യഹോവ വീണ്ടും അവനെ വിളിച്ചു, Samuel. ശമൂവേൽ. And Samuel arose and went to Eli again. ശമൂവേൽ എഴുന്നേറ്റ് വീണ്ടും ഏലിയുടെ അടുക്കിലേക്ക് ചെന്നു. So the same thing happened. അതേപോലെ തന്നെ വീണ്ടും സംഭവിച്ചു. He did not recognize the voice of God. ദൈവത്തിന്റെ ശബ്ദം അവന് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. And verse 7 says like this. 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു, Samuel did not yet know the Lord. ശമൂവേൽ അതുവരെ കർത്താവിനെ അറിഞ്ഞിരുന്നില്ല. So he did not recognize that it was God. അത് യഹോവയാം ദൈവമാണെന്ന് അവന് വെളിപ്പെട്ടിരുന്നില്ല. Verse 8 says like this. 8-ാം വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നു, And then God called him again. അവനെ 3-ാം പ്രാവശ്യവും ശമൂവേലിനെ യഹോവ വിളിച്ചു. This was the third time. ഇത് 3-ാം പ്രാവശ്യമാണ്. Samuel again rose up and he went to his master. ശമൂവേൽ വീണ്ടും എഴുന്നേറ്റ് തന്റെ യജമാനന്റെ അടുക്കലേക്ക് പോയി. Eli understood that there is something happening here. അതെ, ഇവിടെ മറ്റെന്തോ സംഭവിക്കുന്നുവെന്ന് ഏലിക്ക് And then Eli understood that it is God who is calling this boy. ഈ കുട്ടിയെ യഹോവയാം ദൈവം വിളിക്കുകയാണെന്ന് ഏലിക്ക് മനസ്സിലായി. And so Eli told him, "Go and lie down, and if you hear this voice again, you must say, 'Speak, Lord, for your servant is hearing.'" അതുകൊണ്ട് ഏലി ശമൂവേലിനോട് പറഞ്ഞു, പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളണം. Now again Samuel is going and he's trying to sleep. ഇപ്പോൾ വീണ്ടും ശമൂവേൽ ഉറങ്ങാനായി പോവുകയാണ്. Verse 10, the Lord calls him again. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവ പിന്നെയും And God calls him twice, "Samuel, Samuel." 2 പ്രാവശ്യം അവനെ വിളിച്ചു, ശമൂവേലേ ശമൂവേലേ എന്ന്. Samuel, Samuel. ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. And Samuel hears that voice. ശമൂവേൽ ആ ശബ്ദം കേൾക്കുന്നുണ്ട്. Now he recognizes that it is God. ഇപ്പോൾ അത് ദൈവമാണെന്ന് അവൻ തിരിച്ചറിയുന്നു. This is the benefit of having a mentor. ഇതാണ് ഒരു ഉപദേഷ്ടാവ് ഉണ്ടായിരിക്കുന്നതിന്റെ പ്രയോജനം. They will direct you to the right path. അവർ നിങ്ങളെ ശരിയായ പാതയിലേക്ക് തിരിച്ചുവിടും. They will let you know when to rise for which occasion. ഏത് സമയത്ത് എപ്പോൾ എഴുന്നേൽക്കണമെന്ന് അവർ നിങ്ങളെ അറിയിക്കും. And so Samuel answered, അങ്ങനെ ശമൂവേൽ മറുപടി പറഞ്ഞു, "Speak, for your servant heard." അങ്ങയുടെ ദാസൻ അടിയൻ ഇതാ കേൾക്കുന്നു എന്ന് പറഞ്ഞു. And then verse 11 onwards we see a beautiful conversion between God and Samuel. 11-ാം വാക്യം മുതൽ ദൈവവും ശമൂവേലും തമ്മിലുള്ള മനോഹരമായ സംഭാഷണം കേൾക്കാൻ I'm കഴിയും. not going to that, but I'm going to focus on this verse 10 right ഞാൻ ആ now. ഭാഗത്തേക്ക് പോകുന്നില്ല. ഞാൻ 10-ാം വാക്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പോകുന്നു. Just on that one sentence where Samuel says to God, "Here I am, speak to me, Lord." ശമൂവേൽ ദൈവത്തോട് പറയുന്ന അടിയനിതാ അടിയനോട് അരുളി ചെയ്യണമേ എന്നുള്ള വാക്യത്തിൽ മാത്രം നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Samuel is saying to God, "God, your servant is here to hear your voice. Speak to me." യഹോവേ, നിന്റെ ദാസൻ നിന്റെ ശബ്ദം കേൾക്കുവാനായി ഇവിടെയുണ്ട് എന്ന് ശമൂവേൽ അറിയിക്കുന്നു. Friends, this is the season for us to hear the voice of God. എന്റെ പ്രിയ സ്നേഹിതരെ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനുള്ള സമയമാണിത്. And this is the season God is trying to speak to us. അത് ദൈവം നമ്മോട് സംസാരിക്കുവാൻ ശ്രമിക്കുന്ന സമയമാണിത്. He's knocking in our hearts many times. നമ്മുടെ ഹൃദയത്തിന്റെ വാതിലിൽ അവിടുന്ന് മുട്ടുന്നു. Like Samuel is calling out our name and he's wanting to speak to us. ശമൂവേൽ എന്ന പേര് വിളിച്ച് നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് പോലെ അവൻ പലതവണ നമ്മളോട് But are സംസാരിക്കും. you ready to say to the Lord, "Yes, Lord, here is your servant, speak to me"? എന്നാൽ കർത്താവെ, അടിയനിതാ അടിയനോട് സംസാരിക്കണമേ എന്ന് പറയുവാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? Today I want to challenge you to hear the voice of ഇന്ന് God. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്.
I want you to open your ears to hear the voice of God. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നിങ്ങളുടെ കാതുകളെ തുറന്നു വെക്കണമെന്ന് ഞാൻ നിങ്ങളോട് Nobody പറയുന്നു. else may hear, but I want you to hear. മറ്റാർക്കും കേൾക്കാൻ കഴിയില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ അത് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Your spouse may not ഒരുപക്ഷെ hear. നിങ്ങളുടെ ജീവിത പങ്കാളി അത് കേൾക്കില്ല, Your children may not hear. നിങ്ങളുടെ കുട്ടികൾക്ക് അത് കേൾക്കാൻ കഴിയില്ലായിരിക്കും, Your parents will not hear. നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ കേൾക്കില്ല, People who are around you may not hear. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കൾക്ക് കേൾക്കാൻ But കഴിയില്ല. if you have a hunger and if you keep your ears open to hear the voice of God, I want to tell you, God will speak to you. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്കൊരു വിശപ്പുണ്ടെങ്കിൽ, ഒരു ആർത്തി ഉണ്ടെങ്കിൽ, ദൈവം നിങ്ങളോട് കൃത്യമായി സംസാരിക്കുന്നതാണ്. Oh, even this morning I prayed this prayer, God, I want to hear your voice. ഇന്ന് രാവിലെ പോലും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവാനിടയായി, ദൈവമേ എനിക്ക് നിന്റെ ശബ്ദം I want കേൾക്കണം. to be led by your spirit. I want to be led by hearing your voice. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനെ നയിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവത്തോട് I don't പറയുന്നു. want to put even one step forward without hearing from you, Lord. ദൈവത്തിൽ നിന്ന് കേൾക്കാതെ, അങ്ങയിൽ നിന്ന് കേൾക്കാതെ എനിക്ക് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും You know, വെക്കണമെന്നില്ല. in year 2022, when I took up the leadership of this great organization, 2022 IETയുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്ന സമയത്ത് I was very nervous. ഞാനൊരു വളരെയധികം I did ചിന്താക്കുഴപ്പത്തിലായിരുന്നു. not want to take this. എനിക്ക് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ This താല്പര്യമില്ല. post was too big for me. ഈ ഉത്തരവാദിത്തം വളരെ വലുതായിരുന്നു. I knew I cannot do ഇത് it. ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. I am weak and feeble and I'm not able to carry on with this post. ഈ വലിയ ഒരു സ്ഥാനത്ത് ഇരിക്കുവാനുള്ള കഴിവോ യോഗ്യതയോ ഇല്ല. ഞാൻ അത്രമാത്രം ദുർബലനായി. But I had to take it. എന്നാൽ ഇത് എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. I was nervous. ഞാൻ ധൈര്യമില്ലാത്തവനായി തീർന്നു. When the leaders of this organization prayed over me and gave me this position, ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു. at night I went to my room and I was sleeping. രാത്രി ഞാൻ ഉറങ്ങുവാനായി എൻ്റെ മുറിയിലേക്ക് പോയി. My wife was sleeping beside me. എൻ്റെ ഭാര്യ എൻ്റെ അരികിൽ Oh, I ഉറങ്ങി. was nervous. എന്നാൽ എനിക്ക് വളരെ ഭയമായിരുന്നു. But middle of the night, എന്നാൽ അർദ്ധരാത്രിയിൽ I heard a voice. ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. Like Samuel heard, I heard a voice. ശമൂവേൽ കേട്ടതുപോലെ ഒരു ശബ്ദം ഞാൻ കേട്ടു. I heard, my son, I want you to I want to give you a vision to double the work of Indian Evangelical Team. മകനെ, ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ പ്രവർത്തികൾ ദൈവവേല അതിനെ ഇരട്ടിയാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. The number of churches, the number of believers, the number of workers should double in next 5 years. അടുത്ത 5 വർഷത്തിനുള്ളിൽ സുവിശേഷകരുടെ എണ്ണത്തിൽ, ചർച്ചിന്റെ എണ്ണത്തിൽ, എല്ലാറ്റിലും ഒരു ഇരട്ടിയാകണമെന്ന് ഞാൻ So ആഗ്രഹിക്കുന്നു. first day in the office, ഞാൻ എൻ്റെ ഓഫീസിലെ ആദ്യ ദിവസം I'm nervous. ഞാൻ വളരെ ടെൻഷനിലായിരുന്നു. And here I hear the voice of God. എന്നാൽ ഞാൻ ദൈവത്തിന്റെ ശബ്ദം ആദ്യമായി കേട്ടു. I said, God, it's impossible. ദൈവമേ, അത് അസാധ്യമാണെന്ന് ഞാൻ പറഞ്ഞു. With the challenges and the trials we have, it is impossible. ഞങ്ങളുടെ മുമ്പിലുള്ള വെല്ലുവിളികളും പരീക്ഷണങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഇത് സാധ്യമല്ല. But God asked me a question. എന്നാൽ ദൈവം എന്നോടൊരു ചോദ്യം ചോദിച്ചു. Son, do you believe in me? മകനെ, നീ എന്നിൽ വിശ്വസിക്കുന്നുവോ? And I said, oh yes, Lord, I believe in you with all my heart. അതേ കർത്താവേ, ഞാൻ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു. God said, if you will believe, you shall see the miracle. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നീ വിശ്വസിച്ചാൽ എന്റെ മഹത്വം കാണും. Since I heard from God, I have been running with that vision. ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടത് മുതൽ ഞാൻ ആ ദർശനവുമായി ഓടി നടക്കുകയാണ്. I know my God will fulfill it. എന്റെ ദൈവം അത് നിറവേറ്റുമെന്ന് എനിക്കറിയാം. Are you hearing from God? അതെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നുവോ? For your family, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, for your life, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി, for your business, നിങ്ങളുടെ ബിസിനസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, for your children. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ. I don't know what, but I want you to hear from God. എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. If you have the passion and if you have the ears to hear the voice of God, I want to tell you, you will hear the voice of God. ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെന്നുള്ള അടങ്ങാത്തൊരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് കേൾക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. He is eager to speak to his children. അവിടുന്ന് തന്റെ മക്കളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. God is saying to Samuel, Samuel, Samuel. ദൈവം ശമൂവേലിനോട് പറയുന്നു, ശമൂവേലേ, ശമൂവേലേ എന്ന്. Samuel is saying, oh Lord, here is your servant, speak now. ശമൂവേല് ദൈവത്തോട് പറയുന്നു, അടിയനിതാ, അടിയനോട് സംസാരിക്കണമേ എന്ന്. Ready to hear your voice. ദൈവം നിങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ തയ്യാറാണോ? If you come to 1 Kings chapter 18 and verse 41. 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിന് 41-ാം വാക്യത്തിലേക്ക് നാം നോക്കുമ്പോൾ,
Elijah is making a great statement. ഏലിയാവ് ഒരു വലിയ പ്രസ്താവന നടത്തുന്നുണ്ട്. He's saying to King Ahab ആഹാബ് രാജാവിനോട് അവൻ ഇങ്ങനെ പറയുന്നു, that I hear the sound of abundance of rain. ഞാൻ വലിയ ഒരു മഴയുടെ ശബ്ദം കേൾക്കുന്നു, Nobody else heard. മറ്റാരും കേട്ടില്ല. I'm pretty sure there were few people there. അവിടെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Oh, the disciple of Elijah was there. ഏലിയാവിന്റെ ശിഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. King Ahab was there. ആഹാബ് രാജാവ് അവിടെ ഉണ്ടായിരുന്നു. His charioteer was there. അദ്ദേഹത്തിന്റെ രഥം വലിക്കുന്ന ആളുണ്ടായിരുന്നു. There would have been few more people. കുറച്ച് ആളുകൾ Oh, ഉണ്ടായി. the beauty here. ഇവിടെ ഒരു പ്രത്യേകത നമുക്ക് കാണുവാൻ കഴിയും. Nobody else heard that sound of the abundance of rain. അതേ ആ മഴയുടെ മുഴക്കം മറ്റാരും കേട്ടില്ല. The only one who is ready to hear the voice of God is hearing the abundance of rain. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് കാത്തിരുന്ന വ്യക്തി മാത്രം അത് കേട്ടു. Nobody else around you may hear the voice of God, but if you have an ear to hear the voice of God, God will speak to you. നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ഒരാൾ പോലും ഒരുപക്ഷെ അത് കേൾക്കുന്നില്ലായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനുള്ള കാത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് കേൾക്കുക. God will speak about miracles through your life. അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളെ കുറിച്ച് ദൈവം God സംസാരിക്കും. will speak about breakthrough. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മുന്നേറ്റങ്ങളെ കുറിച്ച് ദൈവം സംസാരിക്കും. God will speak about the future strategy. അതെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും. God could speak to Abraham and tell him about Sodom Gomorrah. ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നു, സൊദോം ഗൊമോറയെ കുറിച്ച് പറയുന്നു. God could speak to Samuel and tell him his plans. അതെ, ശമൂവേലിനോട് ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് പറയുന്നു. God could speak to Jehoshaphat and say the battle belongs to the Lord. യഹോശഫാത്തിനോട് ദൈവം സംസാരിച്ചുകൊണ്ട് യുദ്ധം കർത്താവിനുള്ളതാണെന്ന് പറയുന്നു. God is ready to speak to you this morning. ദൈവം നിങ്ങളോട് ഇത് പറയുവാൻ തയ്യാറാണ്. But I want you to be a person who will hear the voice of God. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ തീരുമോ? Few months, we the leaders of Indian evangelical teams, we were together. ഞങ്ങൾ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ ലീഡേഴ്സ് എല്ലാം ഒന്നിച്ചിരുന്നു. We were sitting and praying and we were fasting and discussing about the future of IET. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ ഭാവിയെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുകയായിരുന്നു. And I shared like this. ഞാൻ അപ്പോൾ ഇങ്ങനെ പങ്കുവെക്കുവാൻ 1972 when PG Uncle started this organization, 1972 PG Uncle ഈ സംഘടന ആരംഭിച്ചപ്പോൾ he had nothing but the voice of God. അദ്ദേഹത്തിന് ദൈവത്തിന്റെ ശബ്ദമല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. He had no friends, he had no donors, he had no partners, nobody. അന്ന് അദ്ദേഹത്തിന് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സ്പോൺസേഴ്സോ മറ്റാരും അദ്ദേഹത്തിന്റെ കൂടെ ഇല്ലായിരുന്നു. It was times of challenges and scarcity. വെല്ലുവിളികളുടെയും ക്ഷാമത്തിന്റെയും കാലമായിരുന്നു അത്. They lived in poverty and in hunger. അവർ ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണ് ജീവിച്ചത്. But what kept them moving forward? എന്നാൽ അവരെ മുന്നോട്ട് നയിച്ചത് എന്താണ്? The voice of God. ദൈവത്തിന്റെ ശബ്ദമാണ്, Presence of God. ദൈവത്തിന്റെ സാന്നിധ്യമാണ്. I spent a lot of time with PG Uncle. ഞാൻ PG അങ്കിളിനോടൊപ്പം ധാരാളം സമയം ചെലവഴിച്ചിട്ടുണ്ട്. He always tells me what kept us going was the voice of God and the strength of God. ഞങ്ങളെ മുന്നോട്ട് നയിച്ചത് ദൈവത്തിന്റെ ശബ്ദമാണെന്നും ദൈവത്തിന്റെ ശക്തിയാണെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. They were leaning on God in those days. അവർ ആ ദിവസങ്ങളിൽ ദൈവത്തിൽ പൂർണ്ണമായി And ആശ്രയിച്ചു. so I said to our leaders like this, ആ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ the beauty of IET. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ സൗന്ദര്യം എന്ന് That in പറയുന്നത്, those days, times of challenges, in times of scarcity, our fathers leaned on God. അതെ, വെല്ലുവിളിയുടെ സമയത്ത്, ക്ഷാമകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തിൽ ആശ്രയിച്ചു. Even today, even though we have planted thousands of churches and we have thousands of missionaries, we still lean on God. ഇന്ന് ആയിരക്കണക്കിന് ചർച്ചുകൾ സ്ഥാപിച്ചിട്ടും ആയിരക്കണക്കിന് സുവിശേഷകരുണ്ടായിട്ടും ഇന്നും ഞങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി God has ആശ്രയിച്ചു. given us everything, ദൈവം നമുക്ക് എല്ലാം നൽകി തന്നിട്ടുണ്ട്. but still IET leans on God. എന്നാൽ ഇപ്പോഴും ദൈവത്തിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു. And I said to my leaders, ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, when we pass the baton to the next generation, അടുത്ത തലമുറയ്ക്ക് ഈ നേതൃത്വം let them കൈമാറുമ്പോൾ also say the same thing about us, that they had fathers, they had leaders who leaned on God and who always heard the voice of God. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന നേതാക്കളായിരുന്നു ഞങ്ങൾക്ക് മുൻപുണ്ടായിരുന്നതെന്ന് അവർ സാക്ഷ്യം പറയുവാൻ ഇടയാകണമെന്ന്. Friends, let your children say this. അതേ സുഹൃത്തുക്കളെ, നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ പറയട്ടെ, Your fellow believers say this. നിങ്ങളുടെ സഹവിശ്വാസികൾ ഇങ്ങനെ പറയട്ടെ,
Let your colleagues, let your neighbors say this, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ അയൽക്കാരൊക്കെ ഇങ്ങനെ പറയട്ടെ, that you are a person who hears from God. അത് ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് മറ്റുള്ളവർ Every സാക്ഷ്യം day പറയട്ടെ. let us pray like this, Lord, here is your servant, speak to me and I am ready to hear you. നമുക്കും ഇതുപോലെ പ്രാർത്ഥിക്കാം. അടിയനോട് സംസാരിക്കണമേ Lord, എന്ന്. speak to me. കർത്താവേ, എന്നോട് When you സംസാരിക്കണം. will have prayer like that, you will see miracles happening through your life. നിങ്ങൾക്ക് അത്തരം ഒരു പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ കാണും. Elijah heard what nobody else heard. മറ്റാരും കേൾക്കാത്തത് ഏലിയാവ് കേട്ടു. The situation was against him. സാഹചര്യങ്ങൾ മുഴുവൻ അവനെതിരായിരുന്നു. There was famine everywhere. ദേശം എല്ലായിടത്തും ക്ഷാമമാണ്. There were no dark അത് clouds. ഇരുണ്ട മേഘം അവിടെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. There was no cold അവിടെ wind. തണുത്ത കാറ്റ് ഉണ്ടായില്ല. There was no sign of rain. അതെ, മഴയുടെ യാതൊരു ലക്ഷണമില്ലായിരുന്നു. But he made a declaration about rain because he heard it from God. പക്ഷെ അവൻ മഴയെക്കുറിച്ചൊരു പ്രഖ്യാപനം നടത്തി, കാരണം അവൻ ദൈവത്തിൽ നിന്ന് കേട്ടിരുന്നു. Today I want you to hear God. ഇന്ന് നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കണമെന്ന് ഞാൻ When ആഗ്രഹിക്കുന്നു. you will hear God, impossible will become possible. നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കുമ്പോൾ അസാധ്യമായത് സാധ്യമായി തീരും. I said in the beginning, this is the season to hear God. ഞാനത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ദൈവത്തിൽ നിന്ന് കേൾക്കുവാനുള്ള സമയമാണ്. Let everybody say about you that you are a person who waits upon the Lord. നിങ്ങൾ കർത്താവിനായി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എല്ലാവരും നിങ്ങളെക്കുറിച്ച് പറയട്ടെ. Friends, if you will wait upon God and if God speaks to you, you will never fail. നിങ്ങൾ ദൈവത്തിനായി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. You know what David said in Psalm 16? ദാവീദ് 16-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞത് എന്തെന്നറിയാമോ? God, there is nothing good apart from you, anything in my life. യഹോവേ, നീയല്ലാതെ ഒരു നന്മയും എൻ്റെ ജീവിതത്തിലില്ല എന്ന് പറയുന്നു. There is nothing good apart from you in my life. എൻ്റെ ജീവിതത്തിൽ യഹോവേ ദൈവമേ, അവിടുന്ന് അല്ലാതെ യാതൊരു നന്മയുമില്ല. To hear God. അവിടുന്ന് അങ്ങേ കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And the day you will start hearing God, your life will start changing. നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ തുടങ്ങുന്ന ദിവസം മുതൽ നിങ്ങളുടെ ജീവിതം മാറുവാൻ തുടങ്ങും. Samuel became the greatest prophet or the greatest leader Israel has ever seen. ശമൂവേൽ ഇസ്രായേൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പുരോഹിതൻ, ഏറ്റവും വലിയ ഒരു ലീഡറായി He became the voice of God. അവൻ ദൈവത്തിന്റെ ശബ്ദമായി മാറി. A boy from a humble family ഒരു ചെറിയ കുടുംബത്തിലെ ഒരു ആൺകുട്ടി became the mightiest prophet of Israel. ഇസ്രായേലിന്റെ ഏറ്റവും ശക്തനായ പ്രവാചകനായി മാറി. How? എങ്ങനെയാണ് സംഭവിച്ചത്? Not because of his education qualification. അവന്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടല്ല, Not because of his intelligence. അവന്റെ ബുദ്ധി കൊണ്ടും അല്ല, Not because of any of his abilities or qualities. അവന്റെ കഴിവ് കൊണ്ടോ ഗുണങ്ങൾ കൊണ്ടോ അല്ല, But only because he had ears to hear the voice of God. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ അവൻ ചെവികൾ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണത് സംഭവിച്ചത്. Proverbs chapter 3 says like this. സദൃശവാക്യം 3-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: Do not lean upon your understanding and knowledge, but acknowledge God in all the ways of your life. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്, സകല വഴികളിലും യഹോവയെ തന്നെ നിലച്ചുകൊള്ളുക. What does that mean? അതിന്റെ അർത്ഥം എന്താണ്? Don't lean on your wisdom and understanding. നിങ്ങളുടെ ബുദ്ധിയിലും ജ്ഞാനത്തിലും വിവേകത്തിലും നിങ്ങൾ ആശ്രയിക്കരുത്. They have a limit. അവയ്ക്കെല്ലാം ഒരു But പരിധിയുണ്ട്. if you will hear from എന്നാൽ God, നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നുവെങ്കിൽ, if you will acknowledge God, നിങ്ങൾ ദൈവത്തെ അംഗീകരിക്കുന്നുവെങ്കിൽ, He will direct your path. നിങ്ങളുടെ വഴികളിൽ നിങ്ങളെ അവിടുന്ന് നയിക്കും. You will hear Him and He will give you success and prosperity. നിങ്ങൾ അവനെ കേൾക്കുകയും അവൻ നിങ്ങൾക്ക് വിജയവും സമൃദ്ധിയും നൽകുവാൻ ഇടയായിത്തീരുകയും ചെയ്യും. Psalms 23 verse 6 says like this. 23-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: Surely goodness and mercy shall follow you all the days of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസവും നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളെ In പിന്തുടരും. whose life? ആരുടെ ജീവിതത്തിലാണ് സംഭവിക്കുന്നത്? Those who lean upon God. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്, Those who trust in God. ദൈവത്തിൽ പൂർണ്ണമായി ചാരി നിൽക്കുന്നവർ. To hear from God. ദൈവത്തിൽ നിന്ന് നിങ്ങൾ കേൾക്കുക. Why did Samuel become the greatest prophet? എന്തുകൊണ്ടാണ് ശമൂവേൽ ഏറ്റവും വലിയ പ്രവാചകനായി മാറിയത്? Only because he leaned on God. അവൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചതുകൊണ്ട്. Because he heard the voice of God. കാരണം അവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. Today I want to challenge you. ഇന്ന് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയും: This season,
ഈ സീസണിൽ I want you to hear God. നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കണം. Spend quality time in His presence. അവിടുത്തെ സാന്നിധ്യത്തിൽ നിങ്ങൾ മുഴുകിയിരിക്കുവാൻ He ശ്രമിക്കുക. will speak to you. അവിടെ നിങ്ങളോട് സംസാരിക്കും. Behold, I stand at the door and knock, knock, knock. ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. I want to pray for you right now. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. You pray with me. എന്നോടൊപ്പം നിങ്ങളും പ്രാർത്ഥിക്കുമോ? Jesus, I want to hear your voice. യേശുവേ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. God, the way you spoke to Samuel, the way you spoke to Elijah, speak to me, here I am. ശമൂവേലിനോട് സംസാരിച്ചതുപോലെ, ഏലിയാവിനോട് സംസാരിച്ചതുപോലെ അവിടുന്ന് എന്നോട് സംസാരിക്കണമേ കർത്താവേ. Father God, we just come in your presence. പിതാവായ ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. Speak to us, Lord. ഞങ്ങളോട് സംസാരിക്കണമേ. Let this be a season in our life to hear from you. നിന്നിൽ നിന്ന് കേൾക്കുന്ന ഒരു സമയമായി ഇത് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Let your word become real in our life. നിങ്ങളുടെ ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Speak to us through your word. Speak to us through your voice. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദത്തിലൂടെ ഞങ്ങളോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Let us have Rhema revelations, oh God. ഞങ്ങൾക്ക് റേമയുടെ വെളിപ്പെടുത്തലുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Let our lives be changed. ഞങ്ങളുടെ ജീവിതം മാറി മറിയട്ടെ. Let's be the people who will bring the difference in this world by hearing your voice. നിന്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾ ഈ ലോകത്ത് വ്യത്യാസം വരുത്തുന്നവരായി തീരട്ടെ. Bless my brothers and sisters. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ അനുഗ്രഹിക്കണം. In the name of Jesus we pray. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. Amen and amen. ആമേൻ, ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you so much. ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. We value your partnership and your generosity. നിങ്ങളുടെ പങ്കാളിത്തത്തെയും നിങ്ങളുടെ ഔദാര്യത്തെയും ഞാൻ വിലമതിക്കുന്നു. See you next week. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. I'll be there with the message on mentorship. മെന്റർഷിപ്പിനെ കുറിച്ചുള്ള സന്ദേശവുമായി അടുത്ത ആഴ്ച ഞാൻ നിങ്ങളുടെ മുൻപിലുണ്ടായി. God bless you. Have a blessed day. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരാഴ്ച ഞാൻ ആശംസിക്കുന്നു. Amen.